നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂർക്കാരനാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്രൗൺ ചക്രയെക്കുറിച്ച്, ഫോർ ഹെഡ് ചക്രയെക്കുറിച്ച്, ആജ്ഞ ചക്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിൻ്റെ ഷോർട്ടസ്റ്റ് എക്സ്പ്ലനേഷനാണ് പറഞ്ഞതെങ്കിലും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ത്രോട്ട് ചക്രയെക്കുറിച്ചാണ്. നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വൈറ്റൽ എനർജി സെൻ്ററാണ്, മർമ്മക്ഷേത്രമാണ്. ഈ ത്രോട്ട് ചക്ര വളരെ അത്ഭുതകരമായിട്ട് നമ്മുടെ ശബ്ദ കൊണ്ടുപോകുന്ന ഏരിയയും, അതായത് സൗണ്ട് ബോക്സ്, എയർ ട്യൂബ്, അതുപോലെ തന്നെ ഫുഡ് ട്യൂബ്, തൈറോയിഡ്, പാരതൈറോയിഡ് എന്നിവയെ കൃത്യമായി പ്രവർത്തിപ്പിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ത്രോട്ട് ചക്ര. മാത്രമല്ല, ത്രോട്ട് ചക്രയുടെ ദൗത്യം നമ്മൾക്കൊരു ഹയർ ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് തരുന്നതാണ്. നമുക്കൊരു ക്രിയേഷൻ, ഒരു പ്രത്യേകമായ ഒരു ക്രിയേറ്റീവ് പവർ, അല്ലെങ്കിൽ ഒരു പ്രാസംഗിക കല, അല്ലെങ്കിൽ ഒരു വിദ്യ അഭ്യസിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനെ ഭാവനാപൂർവമായി അതിനെ മറ്റുള്ള കാര്യങ്ങളായിട്ട് കണക്റ്റ് ചെയ്ത് കഥകളൊക്കെ ആയിട്ട് പറഞ്ഞതിനെ മനസ്സിലാക്കി തരാനും ഒക്കെ കഴിവുണ്ടാക്കി തരുന്ന ഈ ത്രോട്ട് ചക്രയുടെ പ്രത്യേക മഹിമയാണ്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഫങ്ഷനാണ്. അതായത് ഹയർ ക്രിയേറ്റിവിറ്റി. വലിയ വലിയ പ്രാസംഗികൻ, രാഷ്ട്രീയ നേതാക്കന്മാർ, അതുപോലെ തന്നെ കഥകൾ പറയുന്ന കഥാപ്രസംഗികർ, പാട്ട് പാടുക, അങ്ങനെയൊക്കെയുള്ള സ്റ്റോറി ടെല്ലേഴ്സ്, അവർക്കൊക്കെ ഈ ത്രോട്ട് ചക്ര വളരെ അഭൂതപൂർവമായി പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അവരുടെ ആ പറയുന്ന കാര്യങ്ങൾക്കൊരു മേന്മ ഉണ്ടായിരിക്കും, അതിലൊരു ഭാവന ഉണ്ടായിരിക്കും. മാത്രമല്ല, ബുക്സൊക്കെ എഴുതുന്ന ആളുകൾ, ചിത്രം പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന വലിയ വലിയ ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റേഴ്സൊക്കെ അവർക്ക് അത്രയും പ്രശസ്തിയിലേക്ക് എത്തുന്നതിന് അവർ വരച്ചതിൽ വല്ലാത്ത വ്യത്യസ്തമായ സാധാരണക്കാർ വരയ്ക്കുന്നതിൽ കൂടുതലായിട്ടുള്ള ചില എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും, ചില സൃഷ്ടികൾ അതിലുണ്ടായിരിക്കും. അത് ആ ഭാവന, അത് എത്രമാത്രം ഭാവന കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും ഭാവന കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ ത്രോട്ട് എനർജി സെൻറ്റർ. അത് സാധാരണ ഫിസിക്കൽ ഫങ്ഷനാണ് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഫുഡ് ട്യൂബ്, സൗണ്ട് ബോക്സ്, എയർ ട്യൂബ് എന്നിവയെ സപ്പോർട്ട് ചെയ്യാണ്. തൈറോയിഡ്, പാരാതൈറോയിഡിനൊക്കെ ബാലൻസ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് ത്രോട്ട് ചക്ര നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ഹയർ ക്രിയേറ്റീവായിട്ടുള്ള ഇൻ്റലിജൻസ് എന്നെ ത്രോട്ട് ചക്ര സഹായിക്കുന്നു. ഇതാണ് ത്രോട്ട് ചക്രയുടെ പ്രധാനമായിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് പറയാവുന്നത്. വളരെ വ്യത്യസ്തമായ തലങ്ങളതിനെക്കുറിച്ച് നമുക്ക് പ്രതിപാദിക്കാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. അത് കുറച്ച് സമയം കൊണ്ട് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഈ യോഗ പ്രാണവിദ്യ കോഴ്സൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇവിടെ തൃശ്ശൂർ അതിൻ്റെ കോഴ്സുകൾ റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് കോഴ്സുകളുണ്ട്. ബേസിക് കോഴ്സ് ഉണ്ട്, അതിൻ്റെ അഡ്വാൻസ് കോഴ്സ് ഉണ്ട്, സൈക്കോതെറാപ്പി, അതിൻ്റെ ലെവൽ 4 സൈക്കിക് കണ്ടാമിനേഷൻസിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ ഷീൽഡിങ് ഇടാം, സൈക്കിക് അറ്റാക്കുകളെ, അതുപോലെ ക്രിസ്റ്റൽ ഉപയോഗിച്ചുള്ള ഹീലിംഗ് പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, എങ്ങനെ ക്രിസ്റ്റലുകൾ കൊണ്ട് പ്രോഗ്രാം ചെയ്യും, ഇതൊക്കെ ഇവിടെ തൃശ്ശൂർ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, അതിൻ്റെ ഹയർ കോഴ്സസ് ആയിട്ടുള്ള അർഹാത്തി യോഗ തുടങ്ങി എനർജി ടെക്നോളജി ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ക്രിയാശക്തി, ടെക്നോളജി ഓഫ് ഫീലിംഗ് സബ്റ്റിൽ എനർജി, ആൻഡ് ദ ബ്രെയിൻ പവർ വർക്കൗട്ട് ആൻഡ് അവേക്കൺ ദ ലൈറ്റ് വിത്തിൻ യു ലെവൽ 1 ആൻഡ് ലെവൽ 2 തൊട്ട് അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ചെട്ടിങ്ങാടിലുള്ള ട്രെയിനിങ് സെൻറ്ററിലാണ് ഈ കോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇങ്ങനെയുള്ള നിഗൂഢ ശാസ്ത്രങ്ങൾ, പ്രകൃതിയിലെ മറഞ്ഞിരിക്കുന്ന സിദ്ധാന്തങ്ങൾ പഠിക്കാനുള്ള അവസരം സർവേശ്വരൻ ഉണ്ടാക്കട്ടെ. ഒരു സ്പിരിച്വൽ പാത്താണത്. വളരെ ജീവിതത്തിൽ അമൂല്യമായി പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കും പലരും അത് പിന്നെ പഠിക്കാമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി വരുമ്പോൾ അവർക്ക് അത് ജീവിതത്തിലെ ഏറ്റവും മികച്ച കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം ഏറ്റവും മികച്ചതാക്കാൻ സഹായിക്കുന്നതാണെന്ന് തിരിച്ചറിയും. എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നമസ്തേ.